അല്ല, നെഹ്റു വിഡ്ഢിത്തം കാണിച്ചോ? കോൺഗ്രസിന്റെ പ്രതിനിധി പറയട്ടെ. 370 വകുപ്പ് കാശ്മീരിലെ ഷേഖ് അബ്ദുള്ളയ്ക്ക് നൽകിയത് വിഡ്ഢിത്തമായിരുന്നോ എന്ന് ഇനിയെങ്കിലും സമ്മതിക്കേ. പറയൂ, അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? എന്റെ സുരേഷേ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 570ഓളം രാജ്യങ്ങൾ, ചെറു രാജ്യങ്ങളെ ഒത്തൊരുമിച്ചിട്ട് ഒരു ഇന്ത്യ പോലൊരു മഹാരാജ്യത്തെ ഉണ്ടാക്കി പറ്റിയിട്ട് എന്തെങ്കിലും ഒന്നും പറയല്ലേ. പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളെ നിങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ പറയുന്നത് ഞാൻ സംസാരിക്കട്ടെ. പറയൂ, പൂർത്തിയാക്കും. എന്തെങ്കിലും സുരേഷ് പറയന്നെ. എനിക്ക് സമയം തരണം കേട്ടോ. എനിക്ക് സമയം. അതായത് RSSനെ നിരോധിച്ച സർദാർ വല്ലഭായ് പട്ടേലിന് മാത്രമാണ് ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളെ യോജിപ്പിച്ചതിൽ പങ്ക്, ജവഹർലാൽ നെഹ്റുവിന് ഒരു പങ്കുമില്ല എന്നാണ് പറയുന്നത്. ജവഹർലാൽ നെഹ്റുവിന് പങ്കുള്ളിടത്താണ് കാശ്മീർ. അവിടെയാണ് ഷേഖ് അബ്ദുള്ളയ്ക്ക് 370 വകുപ്പ് പ്രത്യേകം കൊടുത്തത്. അതാണ് തലവേദനയായി കിടന്നത് 70 വർഷം. പറയൂ ശ്രീനിവാസൻ. എന്റെ കളി കഴിഞ്ഞതിന് ശേഷം ഗാലറിയിൽ ഇരുന്ന് പല ഗോൾ അടിക്കുന്ന കാര്യങ്ങളും പറയാം. നിങ്ങൾ അറിയേണ്ട കാര്യം എന്താ വെച്ചാൽ 600ഓളം വരുന്ന രാജ്യങ്ങളെ ഒത്തൊരുമിച്ച ഒരു മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നാട്ടുരാജ്യങ്ങളെ ഇതൊന്നും കാണാതെ, എന്തെങ്കിലും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒന്നും അറിയാതെ ഈ 570 രാജ്യങ്ങളെ ചേർത്തത് കാണാതെ, കാശ്മീരിന് അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു നിലപാട് 370 കൊടുത്തു എന്ന് മാത്രം പറയാതെ നിങ്ങൾ അതിന്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യം കാണും. കാശ്മീരും 370 ആയിരുന്നില്ല വിഷയം. ഇവിടെ കോൺഗ്രസിന്റെ ചില കാര്യങ്ങൾ, അതാണ് സുരേഷ് മാത്രമല്ലല്ലോ, നരേന്ദ്രമോദി തന്നെ പിൽക്കാലത്തുള്ള അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യം ശ്രീ ശ്രീനിവാസൻ, അതാണ് എനിക്ക് കോൺഗ്രസ് ഈ രാജ്യത്തെ നോക്കൂ, ഈ രാജ്യം വളരെ ജനാധിപത്യപരമായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണ്, കോൺഗ്രസ് ആണ്. ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നുള്ള നിലയിൽ അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷെ പിൽക്കാലത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൂടെ കോൺഗ്രസ് ഈ മുസ്ലിം ഹിന്ദു രാഷ്ട്രീയം ധ്രുവീകരിച്ചു. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ നികേഷേ, ഈ രാജ്യം പാർട്ടീഷന് ശേഷം ഇന്ത്യയിലൊരു ജനാധിപത്യ മതേതര രാജ്യമാക്കി മാറ്റിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് അറിയണം. മനസ്സിലായോ? ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിനല്ല, ഇന്ത്യയുടെ വൈവിധ്യത്തെ പരിപോഷിച്ച ഒരു പാർട്ടിയാണ്. ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് ഏത് മേഖലയിൽ നിങ്ങൾ എടുത്തോളൂ, വൈവിധ്യത്തെ നശിപ്പിക്കുക എന്നുള്ളതല്ലേ. അത് മതമായാലും ശരി, വസ്ത്രമായാലും ശരി, ഭാഷയായാലും ശരി, എല്ലാ വൈവിധ്യങ്ങളെയും നശിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇവരുടെ സംസാരം കേട്ടാൽ തോന്നും 2014 ശ്രീ നരേന്ദ്രമോദി വരുന്ന കാലഘട്ടം വരെ ഇന്ത്യയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന്. 2014 ശേഷമാണ് ഇന്ത്യയിൽ IIT-കൾ വന്നതും IIM-കൾ വന്നതും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വന്നതും ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വന്നതും പിന്നെന്താ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, പഞ്ചവത്സര പദ്ധതികൾ, ഈ വികസനം മുഴുവൻ പട്ടിണിക്കാരുള്ള നാടും ഹരിത വിപ്ലവവും ഇതൊക്കെ കൊണ്ടുവന്നത് 2014 നരേന്ദ്രമോദി. ഞാൻ 2014 മുതൽ 2024 വരെയുള്ള നരേന്ദ്രമോദി സർക്കാരിനെ അല്ല അക്കാര്യത്തിൽ വിമർശിക്കുക. നിങ്ങളാണ് 60 വർഷത്തോളം രാജ്യം ഭരിച്ചിട്ടുള്ളത്. ആ 60 വർഷം രാജ്യം ഭരിച്ചവരെ 10 വർഷം രാജ്യം ഭരിച്ചവരോടാണോ പറയുന്നത്? നെഹ്റു, ഇത് കേൾക്കൂ, നെഹ്റു ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാം, ഞാനൊരു 20 പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻസിന്റെ ഒരു പേര് പറയാം. അതിനെ മാച്ച് ചെയ്യാവുന്ന ഒരു 5 എണ്ണത്തിന്റെ പേരെങ്കിലും, സ്ഥാപനങ്ങളുടെ പേരെങ്കിലും ഇദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? സ്ഥാപനങ്ങളൊന്നും അല്ലല്ലോ ഒരു രാജ്യം. 140 കോടി ജനങ്ങളുള്ള രാജ്യത്ത് 80 കോടിയിലധികം ജനങ്ങൾ ഈ സൗജന്യ റേഷനെ ആശ്രയിച്ച് ജീവിക്കുകയാണ്. ശ്രീനിവാസൻ കൃഷ്ണൻ, അതൊന്നും സുരേഷിന്റെ പാർട്ടിയുടെ പിഴവ് കൊണ്ടല്ല, അതൊക്കെ തന്നെ ഈ രാജ്യത്ത് നിലനിന്ന കാര്യങ്ങളാണ്. അത് തുടർന്നു എന്ന് മാത്രമേ ഉള്ളൂ. സുരേഷ് ഒരു കാര്യം പറഞ്ഞു, 5ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ വലിയ സാമ്പത്തിക സത്യമാകാൻ പോവാന്ന്. സുരേഷ് അറിയേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് പറയുന്നില്ല? ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ തൊഴിലില്ലായ്മയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ കോവിഡിന് ശേഷം തൊഴിലില്ലായ്മ എത്രയധികം വർദ്ധിച്ചു എന്ന് അദ്ദേഹം എന്താണ് പറയാത്തത്? കോവിഡ് കാലഘട്ടത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾ ബിലോ പോവർട്ടി ലൈൻ, ദാരിദ്ര്യരേഖയ്ക്ക് വീണ്ടും തള്ളപ്പെട്ട ഒരു രാജ്യമായി മാറി ഇന്ത്യ എന്നുകൊണ്ട് പറയുന്നില്ല. ലോകത്തിലെ 147ാമത്തെയാണ് പെർ ക്യാപിറ്റ ഇൻകത്തിൽ, താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. പത്രസ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ താഴ്ന്ന് മണിക്കൂർ വെച്ചിട്ട് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊന്നും എന്തുകൊണ്ട് പറയുന്നില്ല? നിങ്ങൾ ഈ വെറുതെ മതത്തിന്റെ അടിസ്ഥാനത്തിലും മറ്റൊക്കെ ഇന്ത്യയുടെ വൈവിധ്യത്തെ തുടച്ചു മാറ്റി, ഇന്ത്യയുടെ ജനാധിപത്യത്തെയൊക്കെ തുടച്ചു മാറ്റി, സാമ്പത്തിക കാര്യങ്ങളോ സാധാരണക്കാരന് വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ല. പിന്നെ ധ്യാനത്തിന്റെ കാര്യം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു. ധ്യാനം ആരും അതിനെ ഒപ്പോസ് ചെയ്യുന്നില്ല. എല്ലാ മതത്തിലുള്ളവരും ധ്യാനം നടത്തുന്നുണ്ട്. ഞാൻ പറയുന്നത് ലൈവ് ടെലികാസ്റ്റ് ആയിട്ട് ഇലക്ഷന് മുമ്പ് നടത്തുന്ന 48 hours ഉള്ള ധ്യാനം ഒരു
സാധാരണ ഹിന്ദു മതത്തിലെ ധ്യാനമായിട്ട് കാണാൻ പറ്റില്ല എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതൊരു വ്യക്തിയല്ല, ഈ രാജ്യത്തെ കോടാനുകോടി വരുന്ന ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ആ കാര്യത്തിൽ.